ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. യേശുവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പെലിക്കൻ പക്ഷിയെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പെലിക്കനുകൾ ഒരു കൂട്ടിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞ ശേഷം അമ്മ പെലിക്കൻ കൂടുവിട്ട് കുഞ്ഞുങ്ങൾക്കായി തീറ്റ അന്വേഷിക്കും. കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളാണ് അവയ്ക്ക് ഭക്ഷണം. വെള്ളത്തിനടുത്താണ് പെലിക്കൻ പക്ഷികൾ താമസിക്കുന്നത്. പക്ഷേ വരൾച്ചയുടെ കാലത്ത് അരുവികൾ വറ്റിപ്പോകുമ്പോൾ, ഭക്ഷണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുമ്പോൾ, തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അമ്മ പെലിക്കൻ പക്ഷി ഒരു കാര്യം ചെയ്യും. തൻ്റെ കൂർത്ത കൊക്ക് നെഞ്ചിൽ കുത്തിയിറക്കി ഇറ്റിറ്റു വീഴുന്ന രക്തത്തുള്ളികൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ വായിൽ വെച്ചു കൊടുക്കും. പതുക്കെ പതുക്കെ കുഞ്ഞുങ്ങൾ ജീവൻ പ്രാപിച്ചു വരുമ്പോഴേക്കും അമ്മ പെലിക്കൻ മരിച്ചിട്ടുണ്ടാകും. ക്രിസ്ത്യൻ ആത്മീയതയിൽ പെലിക്കൻ പക്ഷിയുടെ ഈ ഉപമ ഈശോയുമായി സാമ്യപ്പെടുത്താറുണ്ട്. കുഞ്ഞുങ്ങളായ നമുക്ക് വേണ്ടി സ്വയം മുറിച്ചു നൽകിയ യേശു ഹൃദയത്തിൻ്റെ സ്നേഹം. ഒരിക്കൽ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, നിരവധിയായ പീഡകൾ, മുറിവുകൾ, അതിഭയാനകമായ കുരിശുമരണം പോലും എനിക്ക് വേണ്ടി അങ്ങ് സഹിച്ചു. വീണ്ടും എന്തിനാ ഈശോയെ അങ്ങയുടെ ചങ്ക് കുത്തി തകർക്കുവാൻ അങ്ങ് സ്വയം വിട്ടുകൊടുത്തത്? അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, മകളെ, ഇനി ഒന്നും എന്നിൽ അവശേഷിച്ചിട്ടില്ല. അവസാന തുള്ളി രക്തവും ജലവും പോലും നിനക്കായി ഞാൻ തന്നു. നിന്നോടുള്ള എൻ്റെ അടങ്ങാത്ത സ്നേഹമാണ് കുത്തി തുറക്കപ്പെട്ട എൻ്റെ ഹൃദയം. ഒരിക്കൽ ഈശോ തിരുഹൃദയത്തിൻ്റെ പ്രേക്ഷിതയായ വിശുദ്ധ മർഗരീത്ത മറിയത്തോട് പറഞ്ഞു, മനുഷ്യ മക്കളോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന എൻ്റെ ഹൃദയം കണ്ടാലും ഇത്രമേൽ നമ്മെ സ്നേഹിക്കുന്ന ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നിസ്വാർത്ഥമായ നിഷ്കപടമായ സ്നേഹമാണ്. എല്ലാ ദിവസവും അല്പസമയം ഈശോയുടെ അടുത്തിരുന്ന് ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന സുഹൃത ജപം ആവർത്തിച്ച് ചൊല്ലുമ്പോൾ എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം ജ്വലിച്ചതുപോലെ നമ്മുടെ ഹൃദയവും ജ്വലിക്കും. സഭാപിതാവായ അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നത്, ഈശോയുടെ ചങ്ക് പടയാളി കുത്തിത്തുളച്ചു എന്നല്ല, പടയാളി ഈശോയുടെ ചങ്ക് കുത്തിത്തുറന്നു എന്നാണ്. കരുണയുടെ കവാടം, കൃപയുടെ കവാടം ഈശോ കാൽവരിയിൽ നമുക്കായി തുറന്നു. ആ ഹൃദയത്തിൽ നമുക്കൊരിടമുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരുടെ ഹൃദയത്തിൽ നമുക്കൊരിടം കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ആരെങ്കിലും നമ്മെ മാറ്റി നിർത്തും, ഒറ്റപ്പെടുത്തും. പക്ഷേ എത്ര വേദനിപ്പിച്ചാലും മാറ്റി നിർത്തിയാലും തള്ളിക്കളയാതെ ചേർത്ത് നിർത്തുന്ന ഒരിടമുണ്ട്. അത് ഈശോയുടെ തിരുഹൃദയം മാത്രമാണ്. കാരണം സ്നേഹത്തിൻ്റെ പൂർണ്ണത നാം അനുഭവിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിലാണ്. ആ തിരുഹൃദയത്തിൽ ഒരിടം കണ്ടെത്താൻ, തിരുഹൃദയത്തിൻ്റെ സ്നേഹിതരായി മാറാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.